ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ വെനസ്ഡേ സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സീസൺ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലേക്കായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ പോയി കണ്ടിട്ട് വരിക. നമ്മൾ 8 എപ്പിസോഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുക. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകാതെ രണ്ടാമത്തെ സീസണിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സീസണിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് വെനസ്ഡേ ഒരു മുറിക്കുള്ളിൽ കെട്ടിയിട്ടേക്കാട്ടോ. ചുറ്റും പേടിപ്പെടുന്ന കുറേ പാവകളൊക്കെ ഉണ്ട്. ഒരു ഇരുണ്ട മുറിയാണ്. അവൾ ശരിക്കും ഒരു സീരിയൽ കില്ലറുടെ പിടിയിലാട്ടോ. അവളുടെ കണ്ണിൽ നിന്ന് ഒരു കറുത്ത കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് 6 മാസം മുമ്പുള്ള ഒരു സീനാണ്. പുള്ളിക്കാരി സമ്മർ വെക്കേഷൻ ആയിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരി ഗൂഡിയുടെ ബുക്ക് കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് പുള്ളിക്കാരി സൈക്കിക് എബിലിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ പുള്ളിക്കാരി 6 വയസ്സ് മുതലൊക്കെ കേൾക്കുന്ന ഒരു സീരിയൽ കില്ലറെ പിടിക്കാൻ വേണ്ടി പുള്ളിക്കാരി തീരുമാനിക്കുകയാണ്. അപ്പോൾ സീരിയൽ കില്ലറെ പിടിക്കണമെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിങ്ങുണ്ടല്ലോ കൈപ്പത്തി, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഈ കില്ലറെ 11th വിക്ടിമിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലോബ് താഴത്തേക്ക് അടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലോബ് ഈ തിങ്ങ് ആരും കാണാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പയ്യെ പോയി ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് വെനസ്ഡേ കൊണ്ടേ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെനസ്ഡേ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബ് എടുത്ത് കൈപ്പിടിക്കുകയാണ്. അപ്പോൾ ഒക്കെ ആ സൈക്കിക് എബിലിറ്റി ഉണ്ടല്ലോ, അവളത് കൺട്രോൾ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ അവൾ വിചാരിക്കും മാത്രം വിഷം വരുള്ളൂ. അപ്പോൾ വിഷം വരുവാണ്. അപ്പോൾ ഇവിടെ ഈ കില്ലറിൻ്റെ ഫേസും അവളുടെ വാനും വീടൊക്കെ കാണിക്കുക കേട്ടോ. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട് കാൻസസ് സിറ്റി സ്കാൽപ്പർ എന്ന് പറഞ്ഞ ആ സീരിയൽ കില്ലറെ പുള്ളിക്കാരി കാണുകയാണ്. അപ്പോൾ പുള്ളിക്കാരി കാൻസസ് സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ വെനസ്ഡേ എന്താ ചെയ്യുന്നത് വെച്ചാൽ എയർപോർട്ടിലേക്ക് പോവാണ്. കുറേ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ച് അവളെ സെക്യൂരിറ്റി പൂട്ടും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവളുടെ ബാഗിൽ മൊത്തം ആയുധങ്ങളായിരുന്നു. കത്തി, വാക്കത്തി, ഇടിവള തുടങ്ങിയ എല്ലാ ചെയിൻ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതേപോലെ ബാഗിൽ നമ്മൾ തിങ്ങ് വിളിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിങ്ങനെ ഈ പോലീസുകാർ ഈ സെക്യൂരിറ്റി എടുത്ത് കൈ പിടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കൈപ്പത്തി എന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്കും അങ്ങനെ തന്നെ തോന്നി. അങ്ങനെയുള്ള വീടാണ്. അപ്പോൾ നേരെ കാൻസസ് സിറ്റിയിലേക്ക് പോവാണ്. നേരെ കില്ലറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കില്ലർ അവിടെ ഉണ്ട്. കില്ലർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുള്ളിയുടെ വയലിൽ കയറാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിയുടെ പുറകിലായിട്ട് വെനസ്ഡേ പ്രത്യക്ഷപ്പെട്ടിട്ട് പുള്ളിയെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്താൻ നോക്കുക. ആൾ കയ്യിലൊരു ഉപകരണം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കില്ലറെ പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് വിഷൻ ഉണ്ടാവുക കേട്ടോ. വിഷൻ ഉണ്ടായിട്ട് അവളുടെ തലചുറ്റി വീഴുകയാണ്. അപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് ആ ഒരു ബ്ലാക്ക് കണ്ണീരൊക്കെ, കറുത്ത കണ്ണീരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവളെ പിടിയിലായിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ട സീനിലേക്ക് വന്നെ കേട്ടോ. അപ്പോൾ അവളെ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ കില്ലർ ഇവളെ കൊല്ലാൻ വേണ്ടി അകത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേറെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ തിങ്ങും ഈ പറഞ്ഞ മുറിയിലുണ്ടായിരുന്ന ഒരു പാവേടുള്ളായിരുന്നു. പുള്ളി ചാടി വീഴാണ് ഈ കില്ലറിൻ്റെ മേത്തേക്ക്. എന്നിട്ട് പുള്ളിയുടെ മുഖത്ത് അള്ളി പിടിച്ചിരുന്നിട്ട് കുറേ കുടയിലും കുടഞ്ഞ് ഇടിച്ച് പൂസാക്കി കേട്ടോ. നമ്മുടെ കില്ലറിനെ ഇടിച്ച് പൂസാക്കി തിങ്ങ് ഒറ്റയ്ക്ക്. എന്നിട്ട് നമ്മുടെ വെനസ്ഡേ അപ്പോഴേക്കും കയ്യെ കഴിച്ച് രക്ഷപ്പെട്ടിരുന്നു. എന്നിട്ട് വെനസ്ഡേ അവിടെ നിന്ന് കത്തി എടുത്തിട്ട് ഈ കില്ലറിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കൊല്ലുന്നതായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അവിടെ വെച്ച് സീൻ കട്ടാവുകയാണ്. വെനസ്ഡേ വീട്ടിൽ ചെന്നിട്ട് ഈ കറുത്ത കണ്ണീരിനെ പറ്റി ഗുഡിയുടെ ബുക്കിലൊക്കെ നോക്കിയെങ്കിൽ അവൾക്കൊന്ന് കണ്ടുപിടിക്കാമായിരുന്നു. അതിനകത്തൊന്നും എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏതായാലും വെക്കേഷനൊക്കെ കഴിഞ്ഞു. അവർ നെവർമോർ സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത്തവണ വെനസ്ഡേ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. ഫുൾ ഫാമിലി കൊണ്ടാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അവളുടെ അനിയനുണ്ടല്ലോ പഗ്സ്ലി, അവനുണ്ട്. അവൻ ആ ഒരു സ്കൂളിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ കഴിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനെ ഇലക്ട്രിക് ശക്തിയാണ്. ഇലക്ട്രിസിറ്റി പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകും. പുള്ളിയുടെ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിൾ ഫോസ്റ്റർ എന്ന് നമ്മൾ കണ്ടില്ലായിരുന്നു, പുള്ളിക്ക് ഈ സെയിം ശക്തി തന്നെ കേട്ടോ. അപ്പോൾ പുള്ളി കാറിലിരുന്നുകൊണ്ട് ഒരു സ്റ്റോപ്പ് സൈനൊക്കെ ഇങ്ങനെ ഇലക്ട്രിസിറ്റിയുടെ ആ ശക്തി ഉപയോഗിച്ചിട്ട് വീഴ്ത്തണേയും കാണിക്കുന്നുണ്ട്. ഇതേ സമയം വേറൊരു രംഗം കാണിക്കുകയാണ്. ഒരാൾ ഫോട്ടോ എടുക്കുകയാണ്. അതേപോലെ ഒരാൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു കാറിൽ വന്ന് ഇറങ്ങുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കപ്പിൾസാന്ന് തോന്നുന്നു. രണ്ടുപേരും ആലിങ്ങനെ ചെയ്യുന്നു, കിസ് അടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഒരു പുള്ളി മാറി നിന്നിട്ട്. അപ്പോൾ കുറേ കാക്കകളൊക്കെ പുള്ളിയുടെ പുറകിൽ കൂടുകട്ടെ. ഈ ഫോട്ടോഗ്രാഫറിൻ്റെ പുറകെ കൂടുകയാണ്. അപ്പോൾ കാക്കകളുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ ഒരു ഒറ്റക്കണ്ണം കാക്കയുണ്ട്, ഭയങ്കര പേടിപ്പെടുന്ന ഒരു കാക്കയാണ്. ഈ കാക്കയും പ്രത്യക്ഷപ്പെടുക കേട്ടോ. പെട്ടെന്ന് ഈ കാക്കകളെല്ലാം ഈ ഫോട്ടോഗ്രാഫറിനെ അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി കേട്ടോ. പുള്ളിനെ കൊത്താനൊക്കെ തുടങ്ങി. അപ്പോൾ പുള്ളി ഓടി പുള്ളിയുടെ വാനി കയറുകയാണ്. വാനി കയറിയിട്ട് പുള്ളി കഥ കടച്ചു. എന്നിട്ട് ആരും ഫോൺ വിളിച്ച് പറയാണ് അവരെന്നെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷികളൊക്കെ എന്നെ ആക്രമിക്കുകയാണ്. അപ്പോൾ തെളിവുകളൊക്കെ ഞാനൊരു ബുൾപ്പെന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ പുള്ളി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത് വെച്ചാൽ വാനിൻ്റെ അകത്തും കുറേ കാക്കകളാട്ടോ. അപ്പോൾ ഈ കാക്കകളെല്ലാം കൂടി ഇവനെ ആക്രമിച്ച് ഇവനെ കൊത്തി അതിനുള്ളിട്ട് കൊല്ലുക കേട്ടോ. അങ്ങനെ നമ്മുടെ വെനസ്ഡേ ഒക്കെ സ്കൂളിലെത്തിയിട്ടോ. ഫാമിലി ഫുള്ളുണ്ട്. അപ്പോൾ പഗ്സ്ലിയെ നോക്കിക്കൊള്ളണം എന്നൊക്കെ അവളുടെ അമ്മ പറയുന്നുട്ടെ. അവിടെ നമ്മുടെ വെനസ്ഡേയിലെ ആൾ പണ്ട് ചെറുപ്പത്തിൽ ഇവളെ അനിയനെ ശവപ്പെട്ടിയിൽ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അങ്ങനത്തെ ഒരാളാണ് വെനസ്ഡേ. പുള്ളിയുടെ അടുത്താണ് ഇവനെ നോക്കിക്കോളാൻ പറഞ്ഞേക്കണം അമ്മ.
അപ്പോൾ നമ്മുടെ വെനസ്ഡേ വന്നിറങ്ങുമ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ആട്ടോ വെനസ്ഡേ നോക്കണേ. കാരണം വെനസ്ഡേ ഒരു ഹീറോ ആണല്ലോ. കാരണം അവർ സ്കൂളിൽ കഴിഞ്ഞ വർഷം രക്ഷപ്പെടുത്തിയത് ഇവളാണല്ലോ. അപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആ പെണ്ണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നോക്കണം. ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി എന്നിട്ട് ഓട്ടോഗ്രാഫൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെനസ്ഡേ നമുക്കറിയാമല്ലോ, പുള്ളിക്കാരിക്ക് ഇതൊന്നും യാതൊരു താല്പര്യമില്ല. പെട്ടെന്ന് ബിയാങ്ക് വന്നിട്ട് അവൾ ആ സൈറൻ ശക്തി ഉപയോഗിച്ചിട്ട് ഈ ഫാനായിട്ട് വന്ന എല്ലാ പിള്ളേരും ഓടിക്കുക കേട്ടോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവരുടെ പുതിയ പ്രിൻസിപ്പൾ വരികയാണ്. ബാരി ഡോട്ട് എന്നാണ് പുള്ളിയുടെ പേര്. മറ്റേ പ്രിൻസിപ്പൾ മരിച്ചു പോയി നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ പുള്ളി വെനസ്ഡേ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പുള്ളി എക്സൈറ്റഡ് ആട്ടോ, വെനസ്ഡേ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അതേപോലെ പുള്ളി ഫൗണ്ടേഴ്സ് ഫയർ സെറമണിയുടെ മെയിൻ ഗസ്റ്റായിട്ട് നമ്മുടെ വെനസ്ഡേയെ ക്ഷണിക്കുക കേട്ടോ. വൈകുന്നേരം ഒരു തീ കൊളുത്തുന്ന സംഭവമൊക്കെ ഉണ്ട്, പശീനുണ്ടാക്കി തീ കൊളുത്തുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവൾക്ക് യാതൊരു താല്പര്യമില്ല കേട്ടോ. അവളത് നിരുപാധികം നിഷേധിക്കുകയാണ്. ഞാനും ഇല്ല എന്നുള്ള രീതിയിലുള്ള പോവാണ്. പ്രിൻസിപ്പൾ ചമ്മി പോവാട്ടോ. അങ്ങനെ വെനസ്ഡേയും തിങ്ങും കൂടി അവളുടെ മുറിയിലേക്ക് വരുമ്പോൾ എന്താ കാണുമെന്ന് അറിയോ? മുറിയിൽ മൊത്തം ഈനിഡിൻ്റെ ടീമാണ്. നമ്മുടെ ആ ഒരു വോൾഫ് ടീം ഉണ്ടല്ലോ, ഇവള് വോൾഫാണല്ലോ, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പോകാൻ പറയണം. വെനസ്ഡേ വന്നപ്പോൾ എന്നോട് എല്ലാവരോടും പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരു പയ്യനോട് മാത്രമേ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. ഇവളുടെ പുതിയ ലൈനാന്ന് തോന്നുന്നു. അപ്പോൾ അവൻ്റെ പേര് ബ്രൂണോ എന്നാണ്. അപ്പോൾ അവനും പോവുകയാണ്. അപ്പോൾ ഇനിടും വെനസ്ഡേ മാത്രമായി ഇനിട് വെക്കേഷൻ കഥകളൊക്കെ പറയാം കേട്ടോ. നമ്മുടെ വെനസ്ഡേക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വെനസ്ഡേക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇത് കേൾക്കാനായിട്ട്. അതേപോലെ വെനസ്ഡേക്ക് ഒരു ടീഷർട്ട് ഇവൾ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ, ഒരു വോൾഫിൻ്റെ പടമൊക്കെ ഉള്ളത്. അപ്പോൾ വെനസ്ഡേ ഇവൾക്ക് ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. എന്താ ഗിഫ്റ്റ് എന്നറിയാം? നമ്മുടെ ആ കില്ലറുടെ വീട്ടിൽ നിന്ന് എടുത്തൊരു പാവയായിരുന്നു കേട്ടോ. ഭയങ്കര പേടിപ്പെടുന്ന ഒരു പാവ. അതിനിടെ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഗിഫ്റ്റ് ആയിട്ടാന്നല്ലേ എന്ന് പറഞ്ഞ് അവൾ കൈ പിടിക്കുകയാണ്. അതേപോലെ വെനസ്ഡേ അവൾ എഴുതിയ ഒരു നോവലും കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഒരു 2 വർഷമൊക്കെ ആയിട്ട് എഴുതുന്നതാണ്. അപ്പോൾ ഏകദേശം പൂർത്തിയൊക്കെ ആയിട്ടുണ്ട്. പബ്ലിഷറിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാട്ടോ നമ്മുടെ അജാക്സിന് ഓർമ്മ ഉണ്ടാവുമല്ലോ, ഇനിഡിൻ്റെ പഴയ ലൈൻ. പുള്ളി ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അപ്പോൾ ഇനിയുടെ അവിടെ വിളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് വെനസ്ഡേയോട് പറയുകയാണ്, അയ്യോ ഞാനിവിടെ ഉണ്ടെന്ന് പറയില്ലെന്ന് ആംഗ്യം കാണിക്കുകയാണ്. അപ്പോൾ അജാക്സ് ചോദിക്കുകയാണ് ഇനിയുടെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വെനസ്ഡേ പറയും ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പോൾ അജാക്സ് അവരുടെ കയ്യിൽ നിന്നൊരു പാവ ഇനിഡിനെ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് വെനസ്ഡേയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇനിഡിന് ആ പഴയ ഫീലിങ്സ് ഒന്നും അജാക്സിനോടില്ല കേട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ ഇവള് പറയുന്നത് ഞാൻ ആകെ മാറിപ്പോയി, പണ്ട് ഞാനൊരു പൊട്ടിക്കുട്ടിയായിരുന്നു, ഇപ്പം ഞാൻ വോൾഫൊക്കെ ആയിട്ട് മാറാനൊക്കെ സാധിച്ചല്ലോ, ഇപ്പം ഞാൻ വേറൊരാളാണ്, എനിക്ക് പണ്ടത്തെ പോലെ ഫീലിങ്സ് ഒന്നുമില്ല എന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അജാക്സിനെ തേച്ചു, അതാണ് സംഭവം. പാവ അജാക്സ് എന്തായാലും ആവട്ടെ. അപ്പോൾ വെനസ്ഡേ അവിടെയുള്ളൊരു സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മുറി തുറക്കുകയാണ്. പെട്ടെന്ന് ഒരു അമ്പ് തെറിച്ച് പോകട്ടോ മുറിയിൽ നിന്ന്. അവിടെ ഇങ്ങനെ കൊളുത്തി വെച്ചേക്കായിരുന്നു. അതിങ്ങനെ പാഞ്ഞു എന്നിട്ട് ഇവരുടെ ഭിത്തിയിൽ തറച്ച് വെക്കുകയാണ്. ആ അമ്പിൻ്റെ അറ്റത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. ഫോട്ടോയിൽ നമ്മുടെ വെനസ്ഡേയുടെ പടം ഉണ്ട്, അതിനകത്തൊരു കുറിപ്പുണ്ട്, വെൽക്കം ബാക്ക് വെനസ്ഡേ, ഐ ആം വാച്ചിങ് യു എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു. ആ സീസൺ അവസാനിക്കുമ്പോൾ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത് അല്ലേ. ചിലപ്പോൾ അയാളായിരിക്കും, സ്റ്റോക്കറായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഫോട്ടോ നമ്മുടെ വെനസ്ഡേ കയ്യിലെടുക്കുകയാണ്. അവളുടെ ആ സൈക്കിക് എബിലിറ്റി ഉപയോഗിച്ചിട്ട് അത് ആരാന്ന് വെനസ്ഡേ നോക്കുന്നുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സ്റ്റോക്കർ ഇവളെങ്ങനെ നോക്കുന്നു, ഇവള് പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചപ്പോഴും അതേപോലെ തന്നെ ആ ഫാൻസ് വന്നിട്ട് ഓട്ടോഗ്രാഫൊക്കെ ചോദിച്ചപ്പോഴെല്ലാം ഈ സ്റ്റോക്കർ ഇവളുടെ പുറകെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവൾ വിഷനിൽ കൂടി കാണുന്നുണ്ട്. അങ്ങനെ ഈ വിഷം കഴിയുമ്പോൾ വെനസ്ഡേയുടെ കണ്ണിൽ നിന്ന് വീണ്ടും കറുത്ത കണ്ണീര് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനിടും തിങ്ങൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ട് ആശ്ചര്യപ്പെട്ടിട്ട്. എന്താ സംഭവം എന്ന് അറിയാൻ പാടില്ലല്ലോ. ഈ സമയം നമ്മുടെ പക്സ്ലിയെയും കൊണ്ട് അവൻ്റെ അച്ഛനുണ്ടല്ലോ, വേറെ റൂം കാണിക്കാൻ കൊണ്ടുപോയേക്കാണ്. അപ്പോൾ നമ്മുടെ പക്സ്ലിയുടെ റൂംമേറ്റ് ആരാന്നറിയോ? നമ്മുടെ യുജീനായിട്ട്. യുജീൻ നിങ്ങൾ ഓർക്കണ്ടാവുമായിരിക്കുമല്ലോ, നമ്മുടെ ബി ബോയ്. അപ്പോൾ അച്ഛനവരോട് പറയുകയാണ് നല്ല കൂട്ടായിട്ടിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ യുജീൻ ഇവൻ്റെ ഈ ബീസിനെ അതേപോലെ വളർത്തുന്ന പുഴുക്കളെ കാണിക്കുകയാണ്. അപ്പോൾ പക്സ്ലി വന്നിട്ട് കണ്ടിട്ട് കൊതിയാവണമെന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുഴുക്കളെ കഴിക്കും. ഇവർ എലീനയും ചിലന്തിനെയും കഴിക്കുന്ന ടീം കേട്ടോ, ഈ ആഡംസ് ടീംസ്. അപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതിയാണികളെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ യുജിയും പറയുകയാണ് നീ എൻ്റെ പുഴുക്കളൊന്നും പിടിച്ച് നിന്നുകളയല്ലേന്ന്. ആ സമയം അങ്ങോട്ടേക്ക് അജാക്സും വേണ്ടിട്ട്. അജാക്സ് ഇവരുടെ ഒരു റെസിഡൻറ്റ് അഡ്വൈസറാണ്, പുതിയ പിള്ളേരുടെ റെസിഡൻറ്റ് അഡ്വൈസറാണ്. അപ്പോൾ രാത്രി കാണാമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. വെനസ്ഡേ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിളും അമ്മയും അച്ഛനും നമ്മുടെ പക്സ്ലിയും കൂടി നിൽക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഇവളുടെ അമ്മയ്ക്കൊരു ഓഫർ കൊടുത്തിരിക്കുക കേട്ടോ. ഗാല ഫണ്ട് റേസിങ്ങിൻ്റെ ഹെഡ് ആവാനായിട്ടൊരു ഓഫർ കൊടുത്തിരിക്കുകയാണ്. നേരത്തെ സേവിയറിൻ്റെ അച്ഛൻ, സേവിയർ നിങ്ങൾ ഓർക്കണ്ടാവുമായിരിക്കുമല്ലോ, സേവിയറിൻ്റെ അച്ഛനായിരുന്നു എൻ്റെ ഹെഡ്, വിൻസെൻ്റ് തോർപ്പ് എന്ന് പറഞ്ഞ പുള്ളി മകൻ്റെ ഈ പോലീസ് കേസൊക്കെ വന്നുണ്ട്, സേവിയറിന് ഈ പോലീസ് കേസൊക്കെ വന്നുകൊണ്ട് പുള്ളി ഇവിടുന്ന് രാജിവെച്ച് പോയിട്ടോ. അപ്പോൾ വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തേക്കാണ്. അതുപോലെ സേവിയറും ഈ കൊല്ലം ഈ ഒരു സ്കൂളിലല്ല, പുള്ളിയും വേറെ സ്ഥലത്ത് ജോയിൻ ചെയ്തേക്കാണ്.
അപ്പോൾ പ്രിൻസിപ്പൾ ഒരു വമ്പൻ മുറിയൊക്കെ വെനസ്ഡേയുടെ അമ്മയ്ക്ക് ഓഫർ ചെയ്തേക്കാം കേട്ടോ. തൽക്കാലം നിങ്ങളിവിടെ നിന്ന് രാത്രി താമസിച്ചോ, നിങ്ങൾ ഈ ഒരു ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന് ഹെഡാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുറി ഫുള്ളായിട്ട് ഈ ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വെനസ്ഡേക്കൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അമ്മ ഇവിടെ നിൽക്കുന്നതിനോട് അവൾക്ക് യാതൊരു താല്പര്യമില്ല. കാരണം സ്വാതന്ത്ര്യമൊക്കെ പോകുമല്ലോ. അപ്പോൾ അമ്മ വെനസ്ഡേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിക്കുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, നിൻ്റെ ഈ ക്യാരക്ടർ കാണുമ്പോൾ പുള്ളിക്കാരൻ അനിയത്തി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്, ഒഫീലിയ എന്ന പേര്. അപ്പോൾ അവൾ ഓർമ്മ വരികയെന്ന് പറയാം കേട്ടോ. അപ്പോൾ പക്സ്ലിയും അച്ഛൻ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു എലിക്കണിയെ കിട്ടിയായിരുന്നു. അവരൊരു എലീനെയൊക്കെ പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ അതൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വെനസ്ഡേ അവിടെ നിന്ന് പോവാണ്. അതുപോലെ വെനസ്ഡേ തിങ്ങും കൂടി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകാട്ടോ. അപ്പോൾ തിങ്ങിനോട് നമ്മുടെ കേസൊന്നും ആരോടും പറയരുതെന്ന് വെനസ്ഡേ പറയുന്നുണ്ട്. ഈ ഹൂഡിയുടെ ബുക്കിൻ്റെ കാര്യമോ അതേപോലെ സൈക്കിക് എബിലിറ്റി കൺട്രോൾ ചെയ്യാനുള്ള കാര്യമൊക്കെ, അതുപോലെ നമ്മുടെ കില്ലറിനെ പിടിക്കാൻ പോയ കാര്യമൊന്നും ആരോടും പറയരുതെന്ന് പറയുന്നുണ്ട്. കുറച്ച് ഹാർഷായിട്ടാണ് പറയണത്. എന്നിട്ട് പൊക്കോളാനും പറയുകയാണ്. അങ്ങനെ വെനസ്ഡേ കുറച്ച് നടക്കുമ്പോൾ ഈ ക്രൈം സീൻ നടന്നൊരു സ്ഥലം കാണുകയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഒരാൾ മരിച്ചത്. അവിടെ ഇങ്ങനെ പോലീസുകാരെ കണ്ടിട്ടോ. പുതിയ ഷെരീഫൊക്കെ വന്നിട്ടൊരു പെണ്ണാണ്. അപ്പോൾ വെനസ്ഡേ അവിടെ പോയിട്ട് ആ ഒരു ഷെരീഫിനോട് ഇങ്ങനെ സംസാരിക്കാം. ഷെരീഫിനെ അറിയാം, വെനസ്ഡേനെ അറിയാം. അപ്പോൾ ഈ സമയം ദൂരെ ഒരാളിങ്ങനെ നിൽക്കുന്നവൾ കാണുന്നുണ്ട്. ഇവളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ഓടിക്കളയാട്ടോ. ആ വെനസ്ഡേയും പുറകെ വീഴുകയാണ്. അങ്ങനെ കുറേ അയാൾ ഓടിക്കഴിയുമ്പോൾ വെനസ്ഡേ ഇയാളെ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നിട്ട് അടിച്ച് വീഴ്ത്താട്ടോ. അത് വേറെ ആരൊന്നുമല്ല, നമ്മുടെ ഗാൽപ്പിനാണ്. ഗാൽപ്പിന് നിങ്ങൾ ഓർക്കുണ്ടാവുമായിരിക്കുമല്ലോ, നമ്മുടെ ടൈലർ ഉണ്ടല്ലോ, നമ്മുടെ ഹൈഡായിട്ട് വന്നേ, മോൺസ്റ്ററായിട്ട് വന്നേ, അവൻ്റെ അച്ഛനാട്ടോ അത്. അപ്പോൾ ഈ മരിച്ചു പോയ ആളുണ്ടല്ലോ, ഈ ഗാൽപ്പിൻ്റെ ഫ്രണ്ടാട്ടോ. ആളുടെ പേര് കാൾ ബ്രാഡ്ബെറി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഗാൽപ്പിനും ഈ കാളും കൂടി ഒരുമിച്ചൊരു കേസ് അന്വേഷിക്കുകയായിരുന്നു. ഈ ഔട്ട്കാസ്റ്റിൻ്റെ ബാധിക്കുന്ന എന്തോ ഒരു കേസാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന കാളായിരുന്നു. അപ്പോൾ കാള് മരിച്ചുപോയി. അപ്പോൾ ഈ അന്വേഷണമാണ് അവനെ കൊന്നതെന്നാണ് ഗാൽപ്പിൻ നമ്മുടെ വെനസ്ഡേയോട് പറയുന്നത്. ഗാൽപ്പിൻ അതേപോലെ ടൈലറെ പറ്റി സംസാരിക്കുന്നുണ്ട്. കാര്യം എൻ്റെ മകൻ ഒരു മോൺസ്റ്റർ ആയിരുന്നു, പക്ഷേ മിസ്സസ് തോൺഹില്ലാണ് അവനെ ഈ ഒരു ഹൈഡാക്കി മാറ്റിയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വെനസ്ഡേ തിരിച്ച് പറയുകയാണ്, ടൈലർ എപ്പോഴും ഒരു മോൺസ്റ്റർ തന്നെയായിരുന്നു, തോൺഹിൽ ജസ്റ്റ് അവനെ കൺട്രോൾ ചെയ്തോളൂ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഈ കേസെല്ലാം കഴിഞ്ഞിട്ട് ഗാൽപ്പിൻ പറയാണ്, ഈ കേസിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് വെനസ്ഡേയോട്. അപ്പോൾ വെനസ്ഡേക്ക് യാതൊരു താല്പര്യമില്ല കേട്ടോ. വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഗാൽപ്പിനെ ഇവൾ വാൺ ചെയ്ത് പറയാണ്, നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്, കുറേ ബേഡ്സൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മുകളിലൊരു കാക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒറ്റക്കണ്ണൻ കാക്ക നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു. അന്ന് രാത്രിയായപ്പോൾ നമ്മുടെ അജാക്സ് ഉണ്ടല്ലോ, ഈ പുതിയ പിള്ളേർക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുക കേട്ടോ. പണ്ട് സ്കൂളൊക്കെ തുടങ്ങിയ ഒരു റേഞ്ചുള്ള ഒരു കഥയാണ്. പണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഹൃദയം ഭയങ്കര വീക്കായിരുന്നു. പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരുപാട് ഇൻവെൻഷനൊക്കെ ചെയ്യാൻ പാകത്തിന് കുറേ ഡിസൈനൊക്കെ തയ്യാറാക്കുന്ന ആളായിരുന്നു. പുള്ളി ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. പുള്ളി സുഖപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് ഇയാൾ എത്രയും പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ്. അപ്പോൾ പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ ഒരു ക്ലോക്കിൻ്റെ രൂപത്തിലുള്ളൊരു ഹൃദയം ഉണ്ടാക്കുകയാണ്. ക്ലോക്കൊക്കെ വെച്ചിട്ടൊരു ഹൃദയം ഉണ്ടാക്കുകയാണ്. അത് പുള്ളിയുടെ മേത്ത് ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി പുള്ളി രക്ഷപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പുള്ളി നെവർമോറിൽ ഈ ഒരു സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വരുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ആൾക്ക് പിള്ളേരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ പരീക്ഷണങ്ങൾ പുള്ളിക്ക് തന്നെ വിനയായിട്ടോ. ഒരു പരീക്ഷണത്തിനിടയിൽ പുള്ളി മരിക്കുകയാണ്, മുകളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് താഴ്ത്തി വീണ് മരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ മൃതദേഹം സ്കൾ ട്രീ എന്ന് പറഞ്ഞൊരു ട്രീ ഉണ്ട്, കുറച്ച് ദൂരെ മാറിയിട്ടാണ്. അപ്പോൾ അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. 2 കണ്ണൊക്കെ ഉണ്ട് ആ ട്രീക്ക്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് കണ്ണിൽ കാതോർത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്കിൻ്റെ സൗണ്ട് ഇപ്പോഴും കേൾക്കാമെന്നിട്ടാണ് പറയണത്. അപ്പം നമ്മുടെ പക്സ്ലി ഉണ്ടല്ലോ, ഇതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബിയാങ്ക പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വന്നേക്കാണ്. പ്രിൻസിപ്പൾ വിളിച്ചു വരുത്തിയതാണ്. സംഭവത്തിലുള്ള അവൾക്ക് ഒരു സ്ഥാനം ഓഫർ ചെയ്തേക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ ഗാല ഫണ്ട് റേസിങ്, അതിൻ്റെ യൂണിയൻ സ്റ്റുഡൻറ്റിൻ്റെ ചെയർമാൻ സ്ഥാനം ഈ ബിയാങ്കക്ക് എന്നുള്ള പ്രിൻസിപ്പൾ ഓഫർ ചെയ്തേക്കാം കേട്ടോ. ആ ബിയാങ്കക്ക് ഇതിൽ നിന്ന് യാതൊരു താല്പര്യമില്ല. പക്ഷേ പ്രിൻസിപ്പൾ ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ്. നീ മറ്റേ ആ വെനസ്ഡേയുടെ അമ്മയുടെ കൂടെ കൂടിയാൽ മതി, ഇത് കൂടിയില്ലെങ്കിൽ നിൻ്റെ സ്കോളർഷിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറയുകയാണ്. സ്കോളർഷിപ്പ് ക്യാൻസൽ ചെയ്ത് പിന്നെ ഒക്കെ പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ ആ ഒരു ഭീഷണിക്ക് അവൾ വഴങ്ങുകയാണ്. അവൾ ഓക്കെ പറയുകയാണ്. ഈ സമയം തിങ്ങിന് നമ്മുടെ ഇനിയുടെ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തിങ് കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കുറച്ച് ഒരു മുമ്പ് വെനസ്ഡേ ചീത്തയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ടൊക്കെയാണ്. കുറച്ച് ഹാഷായിട്ടാണല്ലോ പറഞ്ഞത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെനസ്ഡേ മുറിയിലേക്ക് വരുമ്പോൾ ഇനിയുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. വെനസ്ഡേ അപ്പം തന്നെ തിരിച്ചു പോവാണ് വാതിലടച്ചിട്ട്. അവൾ വേഗം നേരെ പോകുന്നത് മ്യൂസിക് റൂമിലേക്കാണ്. അവിടെ ഒരു സെല്ലോ എന്ന് പറഞ്ഞൊരു ഉപകരണം ഉണ്ട്, അവൾ എടുത്തിട്ട് വായിക്കുക കേട്ടോ. നമ്മുടെ വയലിനൊക്കെ പോലെയൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വായിക്കണ കേൾക്കാനായിട്ട്. ഈ സമയം നമ്മുടെ പക്സ്ലി ഉണ്ടല്ലോ, ചെക്ക സീനാട്ടാ. അവൻ ആ ട്രീയിലേക്ക് പോകാനുള്ള മാപ്പൊക്കെ നോക്കി കണ്ടുപിടിച്ച് ലെൻസൊക്കെ വെച്ച് നോക്കുക കേട്ടോ. ചെറുക്കൻ കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പരിപാടിയാണ്.
അപ്പോൾ ഈ സമയം നമ്മുടെ മ്യൂസിക് റൂമിൽ ഇരുന്നൊരു സെല്ലോ വായിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് അവരുടെ പുതിയ ടീച്ചർ വരിക കേട്ടോ, മ്യൂസിക് ടീച്ചർ വരികയാണ്. ക്യാപ്രി എന്നിട്ട് അവരുടെ പേര്. ക്യാപ്രി, കൊള്ളാം, നീ നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ എന്ന് വെനസ്ഡേയോട് പറയാണ്. പക്ഷേ മ്യൂസിക്കിനെ കൺട്രോൾ ചെയ്യാൻ നീ ശ്രമിക്കരുത്, അതിന് എൻ്റെ ഒരു ഓളത്തിനെ അങ്ങ് വിട്ടേക്കാന്നുള്ള രീതിയിൽ പറയുകയാണ്. വെനസ്ഡേ പറയുന്നത്, ഞാൻ വായിക്കുന്നത് എൻ്റെ ആത്മസംതൃപ്തിക്കാണ്, അല്ലാണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു ട്യൂൺ വെച്ച് വായിക്കണമെന്നല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പളും പിള്ളേരൊക്കെ അന്ന് വൈകുന്നേരത്തെ ആ ഇവൻ്റ് ഉണ്ടല്ലോ, നേരത്തെ ആ പ്രിൻസിപ്പൾ വെനസ്ഡേ ക്ഷണിച്ചില്ലായിരുന്നോ ആ പയർ സെറമണി, അതിനകത്തേക്കുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു പക്ഷിയുടെ രൂപമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരം. അപ്പോൾ വെനസ്ഡേയുടെ അമ്മയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൾ വെനസ്ഡേയുടെ അമ്മയോട് ചോദിക്കുകയാണ്, ഓഫറിനെ പറ്റി ചോദിക്കുകയാണ്, നീ എന്ത് തീരുമാനിച്ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ തീരുമാനം എത്രയും പെട്ടെന്ന് പറയാമെന്ന് പറയാണ്. അപ്പോൾ ബിയാങ്കയെ സഹായത്തിനായിട്ട് നമ്മുടെ വെനസ്ഡേയുടെ അമ്മയ്ക്ക് ഓഫർ ചെയ്യാം കേട്ടോ, നീ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട, ബിയാങ്കേനെ എടുത്തോ, ബിയാങ്ക ഓക്കെ എന്നുള്ള രീതിയിൽ പറയാണ്. അപ്പോൾ വെനസ്ഡേ നൈറ്റ് മുറിയിലേക്ക് വരുമ്പോൾ ഇനിയുടെ ഒരു കത്തും പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അത് വേറെ ആരുമില്ല, നമ്മുടെ സേവിയറിൻ്റെ കത്തായിരുന്നു കേട്ടോ. പുള്ളി ടെക്സ്റ്റ് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വെനസ്ഡേയുടെ ഭാഗത്തുനിന്ന്. സേവിയർ അന്നൊരു ഫോൺ കൊടുത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ വെനസ്ഡേ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ വെള്ളത്തിലിട്ട് കളഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ വെനസ്ഡേ അത്രയൊക്കെ ഉള്ളൂ. സേവിയർ ശരിക്കും ഈ കത്ത് അയച്ചിരിക്കുന്ന വേറെ കാര്യം പറയാം കേട്ടോ. ആ കത്തിന് കൂടെ ഒരു പെയിൻറ്റിങ് കൂടി ഉണ്ടായിരുന്നു, ഒരു ഒറ്റക്കണ്ണം കാക്കയുടെ പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ, അവനും ഇതേപോലെ ഇടയ്ക്ക് വിഷനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അവൻ ഇതേപോലെ മോൺസ്റ്ററിൻ്റെ പടമൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഈ ഒറ്റക്കണ്ണം കാക്കയുടെയൊക്കെ സംഭവം പുള്ളി ഒരു വിഷനിലുണ്ടായി. അപ്പോൾ വെനസ്ഡേയായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവനങ്ങനെ തോന്നി, എന്തോ ഒരു കുഴപ്പമാണെന്ന് തോന്നിയിട്ടാണ് അവനിത് അയച്ച് പറഞ്ഞത് കേട്ടോ. വെനസ്ഡേ സമയം നോക്കുമ്പോൾ ടൈപ്പ് റൈറ്ററിൽ ആരാണെന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ വിചാരിച്ചത് നമ്മുടെ തിങ്ങാണെന്നാണ്, പക്ഷേ തിങ് ആയിരുന്നില്ല. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്കാണ്, റീഡ് എനി ഗുഡ് ബുക്സ് ലേറ്റ്ലി എന്ന് എഴുതിയേക്കാണ്. വെനസ്ഡേ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നാൽ അവളെ നോവൽ നോക്കുമ്പോൾ അതോടെ കാണാനില്ല കേട്ടോ. ഡ്രോയിൽ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവിടെ വേറൊരു കുറിപ്പ് കൂടി ഉണ്ടായിരുന്നു, അവളുടെ കണ്ണ് കുത്തിയെടുത്തൊരു ഫോട്ടോ അതിൻ്റെ താഴത്തുണ്ടായിരുന്നു. അപ്പോൾ കുറിപ്പിലിങ്ങനെ എഴുതിയെന്ന് വെച്ചത്, മറ്റേ ഫൗണ്ടേഴ്സ് സ്പയറിലുണ്ടല്ലോ, മറ്റേ ഫൗണ്ടേഴ്സ് ഫയർ എന്ന് പറഞ്ഞാൽ ആ ഇവൻ്റ് നടക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ആ കത്തിക്കാൻ പോണ പക്ഷിയുടെ രൂപത്തിൽ ഇവളുടെ നോവൽ കെട്ടിവെച്ചേക്കാണ്. അപ്പോൾ ഇതാരാന്നറിയട്ടെ, ഇവിടെ പുറകെ കിടക്കുന്ന ആ സ്റ്റോക്കറാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംഭവം നമുക്ക് ഓർമ്മയുള്ളത് ചോട്ടോമ്പയിലെ സീനുണ്ടല്ലോ, നമ്മുടെ അവസാനം ആശാനെ കെട്ടിയിടുമല്ലേ മറ്റേ രൂപത്തിൻ്റെ മുകളിൽ, അതേപോലെ തന്നെ ഇവളുടെ നോവലോടെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് ഈ സ്റ്റോക്കർ കേട്ടോ. അപ്പോൾ ഇവൾ നേരെ അങ്ങോട്ടേക്കാണ്, ഇവർ 3 റോഡാണ്, വെനസ്ഡേ ഇന്നിട്ട് തിങ്ങ് കൂടി പോവുകയാണ്. ഈ സമയം ഉണ്ടല്ലോ നമ്മുടെ പഗ്സ്ലിയാസ് കൾട്രിയിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. പുള്ളി അവിടെ നിന്ന് പിള്ളേരോടൊക്കെ ചോദിക്കണം എൻ്റെ കൂടെ വരണ്ടോന്ന്, പക്ഷേ വേറെ ആരും വരാൻ വേറെ പിള്ളേരാരും വരാൻ റെഡി ആവുന്നില്ല. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുക കേട്ടോ. വെനസ്ഡേ ആവട്ടെ ആ കത്തിക്കാനുള്ള രൂപത്തിൻ്റെ താഴത്തുള്ള വിറകുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് നൂണ്ട് കയറുക കേട്ടോ. ഇനിടാവട്ടെ പെട്ടെന്ന് ആ ജാക്സിൻ്റെ മുമ്പിൽ പോയി പെടുകയാണ്. ആ ജാക്സിന് ചോദിക്കണം, നീ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുള്ള രീതി ചോദിക്കണം. അപ്പോഴേക്കും ബ്രൂണോയും വന്നു കേട്ടോ. ജാക്സിന് അത് അത്ര അങ്ങനെ പിടിക്കണമെന്നില്ല. അപ്പോഴേക്കും നമ്മുടെ വെനസ്ഡേ ഈ വിറകിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയായിരുന്നു കേട്ടോ. അവളിങ്ങനെ നൂണ്ട് കയറിയിട്ട് നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ ശരിയാണ്, ഇവളുടെ ഈ നോവലും മുകളിൽ കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അത് എപ്പോൾ വേണമെങ്കിലും കത്തിക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളാവട്ടെ സ്റ്റേജിൽ നിന്ന് തള്ളി മറിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും നൈറ്റ് ഷെയ്ഡ്സാണ്. നൈറ്റ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പില്ല, നമ്മളെല്ലാവരും നൈറ്റ് ഷെയ്ഡ്സാണ്. ഈ ഒരു സ്കൂളിനെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്, എന്തെങ്കിലും പ്രശ്നം വന്നാലെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഇങ്ങനെ തീ വരുത്താനുള്ള കഴിവുണ്ട്. പുള്ളിയുടെ കയ്യിൽ നിന്ന് തീ വരുത്തുകയാണ്, നേരെ രൂപത്തിലേക്കാട്ടോ ഓടുന്നത്. ആ രൂപം കത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ രൂപത്തിന് തീ പിടിച്ചിട്ട് ഈ പക്ഷി ഇങ്ങനെ പറന്നു പോണ സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴത്ത് നമ്മുടെ വെനസ്ഡേ ഉണ്ട്, ആ വിറകിൻ്റെ മേളിലാണ് കെട്ടി വെച്ചേക്കണത്. അപ്പോൾ ഇനിയുടെ ഓടി എന്നിട്ട് പറയുകയാണ്, അയ്യോ ഇത് എങ്ങനെയും കിടത്തണം, നമ്മുടെ വെനസ്ഡേനെ അടിയിലുണ്ടെന്ന് പറയുകയാണ്. പെട്ടെന്ന് വെനസ്ഡേ ഈ പറഞ്ഞ നോവൽ കൈക്കലാക്കിയിട്ട് അവൾ ആ വിറകിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി രക്ഷപ്പെടുക കേട്ടോ. കുഴപ്പമൊന്നുമില്ല. വെനസ്ഡേ അവിടെ നേരെ നടന്നു വന്നത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു കേട്ടോ. അവൾ ആ നോവൽ ഇനിഡിനെ കൊടുക്കുകയാണ്. പ്രിൻസിപ്പൾ കിട്ടിയ ഒരു ചാൻസ് മുതലാക്കി അവൻ പെട്ടെന്ന് നമ്മുടെ വെനസ്ഡേ സ്റ്റേജിൻ്റെ അകത്തേക്ക് വിളിക്കുക കേട്ടോ. പുള്ളി നേരത്തെ ഓഫർ ചെയ്താണല്ലോ എങ്ങനെ ഒരു മെയിൻ ആളായിട്ട് സ്റ്റേജിലേക്ക് വന്നെന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം അത് വെനസ്ഡേ നിരാകരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയപ്പോൾ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെനസ്ഡേ സ്റ്റേജിലേക്ക് കയറിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യണം, കുറേ വാക്കുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളൊക്കെ ഭയങ്കര ഫൂളുകളാണ്, ഞാൻ ഹീറോയൊന്നുമല്ല, ഞാൻ ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരു പെയിൻറ്റിങ്, ഇവരുടെ ഒരു ഹീറോ എന്നൊക്കെ പറഞ്ഞൊരു പെയിൻറ്റിങ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പിൾ. അതങ്ങ് തീ കൊളുത്തി അങ്ങ് നശിപ്പിക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ വെനസ്ഡേയുടെ അനിയൻ നമ്മുടെ ട്രീയുടെ അടുത്ത് എത്തിയായിരുന്നു കേട്ടോ. പുള്ളി ഇങ്ങനെ ചെവിയൊക്കെ വെച്ചിട്ട് വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ടിക് ടിക്ക് എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാക്സ് പറഞ്ഞ കഥ കറക്റ്റായിരുന്നു. പെട്ടെന്ന് ഒരു പക്ഷി അതിൻ്റെ ഭാഗത്തുനിന്ന്, ഒരു വവ്വാലത്തെ പക്ഷി പറന്നു പോകണം. പുള്ളി പെട്ടെന്ന് പേടിച്ച് കൈ കുത്തി തറയിലേക്ക് ഇങ്ങനെ വീഴട്ടെ, നിലത്തേക്ക് വീഴുകയാണ്. അപ്പോൾ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ ഒരു കഴിവുണ്ടല്ലോ, ആ ഇലക്ട്രിസിറ്റി ആ തറയിൽ മൊത്തം ഇങ്ങനെ വ്യാപിക്കുകയാണ്.
പെട്ടെന്ന് ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരിക കേട്ടോ മണ്ണിൻ്റെ അടിയിൽ നിന്ന്. ഒരു സോംബി അങ്ങ് ഉയർത്തി എണീക്കുകയാണ്. ആദ്യം ശരിക്കും അങ്ങ് പേടിച്ചു പോയി, പക്ഷേ പിന്നെ അവൻ അതിനെ നോക്കി ചിരിക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ വെനസ്ഡേ ഇനീടും മുറിയിലേക്ക് വരട്ടെ. വെനസ്ഡേ ഒക്കെ ദേഷ്യം പിടിച്ചാണ് വന്നത്. അപ്പോൾ ഇനീട് വന്നിട്ട് നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് വെനസ്ഡേയുടെ മേത്ത് കൈ വെക്കുമ്പോൾ പെട്ടെന്ന് സൈക്കിക് എബിലിറ്റി ഉണ്ടായിട്ട് വെനസ്ഡേക്ക് ഒരു വിഷൻ കാണുക കേട്ടോ. ഒരു വലിയൊരു കാടാണ് കാണുന്നത്, ഭയങ്കര ഇരുട്ടാണ്, ചുറ്റും കാക്കകളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കല്ലറുണ്ട്, അതിനകത്ത് ഇനിടെന്ന് എഴുതിയേക്കാം കേട്ടോ കല്ലറ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മരിച്ചെടുക്കുന്നത് ഇനിട എന്നാണ് നമ്മൾ കാണുന്നത്. കൂടെ ഒരു അശരീരിയും കാക്ക കേട്ടോ. നീ കാരണമാണ് ഞാൻ ചത്തത് എന്ന് പറഞ്ഞാൽ ഇനിഡിൻ്റെ സൗണ്ടിനാണ് നമ്മൾ കേൾക്കണത്. നീ കാരണമാണ് ഞാൻ ചത്തത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇനിഡ് പുറകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വെനസ്ഡേയുടെ കഴുത്തിന് പിടിച്ചിട്ട് വീണ്ടും പറയുകയാണ്, ഇതെന്നെ ആവർത്തിച്ച് പറയുകയാണ്, നീ കാരണമാണ് ഞാൻ മരിച്ചതെന്ന് പറഞ്ഞ രീതിയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വിഷനിൽ കാണുന്നതാണ്. ഇതെല്ലാം മയങ്ങിക്കിടന്നുകൊണ്ട് നമ്മുടെ വെനസ്ഡേ കാണാണ് ഇനിഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടോ. അപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് വീണ്ടും ആ കറുത്ത കണ്ണീര് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പാടില്ല. ഇനിഡ് മരിക്കുമോ അതോ രക്ഷപ്പെടുത്തുമോ? അതേപോലെ നമുക്കിനി ടൈലറിനെയും നമ്മുടെ തോൺഹിലിനെയും കാണാൻ കിടക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ കാണാം. അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചേക്കുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.